നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സൗത്ത് അന്നാരയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. ദയാശാബ്ദങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ അന്നാരയിലെ SSLC, ഹയർ സെക്കൻഡറി, LSS, CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം നാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ മികവ് സമൂഹത്തിന്റെ അഭിമാനമാണെന്നും വിദ്യാർത്ഥികൾ ഭാവിയിലും ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ഹംസ അധ്യക്ഷത വഹിച്ചു. മുൻ കൗൺസിലർ ഫാരിസ് PV സ്വാഗതവും പറഞ്ഞു. വാർഡ് കൗൺസിൽ ആഫിയ, മുനിസിപ്പൽ കൗൺസിലർമാരായ അഷ്കർ അലി, CG പള്ളിശ്ശേരി, ശ്രീരാഗ്, മുൻ കൗൺസിലർമാരായ PV കൃഷ്ണൻ, PV സൈദാലി ഹാജി, ഹുസൈൻ കിഴക്കങ്ങാട്, നൌഷാദ്, ഫായിസ്, അഡ്വക്കേറ്റ് നസീർ അഹമ്മദ്, ഫൈസൽ മാഷ് എന്നിവർ ആശംസകൾ നേർന്നു. ഷിയാബ് നന്ദി രേഖപ്പെടുത്തി. ഷുഐബ് ഉമർ, ഷഫീഖ്, സിദ്ദീഖ്, ജൈസൽ, ലത്തീഫ്, ജുനൈദ്, സലീം, ഹംസ പുന്നയിൽ, ഫാരിസ്, റഹീസ് മുത്താർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇത് ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ചെറിയ സമയം, നിങ്ങൾക്കറിയാം, നമ്മുടെ ഇതിന്റെ പ്രവർത്തകരും ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളുടെ വീട്ടിൽ എത്തിയ സമയം, ഇത് നടക്കുന്ന സമയം, ഇതിനിടയിൽ ഇത് സംഘടിപ്പിക്കുക, ഇത് ക്രമീകരിക്കുക എന്നതൊരു ശ്രമകരമായ പണിയാണ്. നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തകരുമുണ്ട്. അതിൽ നമ്മുടെ സംഘടനയുടെ സെക്രട്ടറിയായ നൌഷാദ്. ദയാശാബ്ദങ്ങൾ റിലീഫ് സെൽ എന്ന ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അന്നാരയുടെ വിവിധ മേഖലകളിൽ നിരവധി പാവപ്പെട്ടവർക്ക്, അർഹരായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒക്കെ തന്നെ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അങ്ങനെ ഈ സംഘടനയുടെ പിന്നിലുള്ള ഏതാനും ആളുകൾ മാത്രമല്ല, ഒരു പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും അകം അഴിഞ്ഞ് സഹായിക്കുന്ന കൊണ്ടാണ്, അവരുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ നേടിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മേന്മ എന്ന് പറയുന്നത് ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മളെ കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്, വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുകയും അതല്ലെങ്കിൽ അവരുടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത്തരം സംഘടനകൾ, ജനപ്രതിനിധികൾ ഒക്കെ ഇവരെ ചേർത്ത് പിടിക്കുന്ന, അവരോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയും. അതാണ് ചില മാതാപിതാക്കൾ എൻ്റെ മക്കളെ ഡോക്ടറാക്കണം, എൻ്റെ മക്കളെ നേഴ്സാക്കണം, അല്ലെങ്കിൽ അങ്ങനെയല്ല. ആ കുട്ടികൾക്ക് എന്താണോ അവരെന്താണോ ആവശ്യപ്പെടുന്നത്. കാരണം ഒരുപാട് സ്ഥലത്തേക്ക് ഒരു 10-100 കത്ത്, ഞാനിപ്പോൾ ചെയർമാൻ ആയാലും അല്ലെങ്കിലും ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി നേതൃത്വം വഹിച്ച് നടക്കുന്നതുകൊണ്ട് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ കത്തിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ ഈ കുട്ടികളോട് ചോദിക്കും ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം ഇന്നലെ B.Edന്റെ ഒരു സീറ്റിന് വന്നിട്ട് B.Ed ഇംഗ്ലീഷാണ്, എവിടെയില്ല, നമ്മളെ ഈ പ്രദേശത്ത് എവിടെയില്ല. അപ്പോൾ ഞാൻ MMIയിൽ സാധാരണ കുറച്ചൊക്കെ കിടക്കാറുണ്ട്. അപ്പോൾ അവിടെ അതില്ല, അവിടെ മറ്റൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് വേണോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇവർ പറയും എന്താ ഇതിന് പോയി ചേരാം. അങ്ങനെയല്ലല്ലോ, ആ കുട്ടി പഠിക്കുന്ന B.Ed ഇംഗ്ലീഷാണ്. അപ്പോൾ അതിന് സാഹചര്യം അവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ്, ഇനി തേർഡിൽ അവർക്ക് കിട്ടിയാൽ ഭാഗ്യം. ഈ മലപ്പുറം ജില്ല അല്ലാത്ത ഒരൊറ്റ ജില്ലയും വിജയ ശതമാനത്തിൽ മുകളിലെത്തിയിട്ടില്ല. അന്ന് അദ്ദേഹം ആ കാര്യം പറഞ്ഞതിന് ശേഷം, VS അച്യുതാനന്ദൻ മുമ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ കേരളത്തിൽ അന്ന് തൊട്ട് ഏറ്റവും വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ല. അവർക്ക് എങ്ങനെ പഠിക്കണം, നാളെ എന്ത് നമുക്ക് തിരഞ്ഞെടുക്കണം, ഏത് രീതിക്ക് പഠിക്കണം എന്ന് പറയുന്നതിന് അത് പറയാൻ പ്രാപ്തനായിട്ടുള്ള നല്ല മോട്ടിവേറ്റർ കൂടിയായിട്ടുള്ള ഫൈസൽ മാഷ് ഇവിടെ ഉണ്ട്. നാട്ടിൽ നിന്ന് പഠിച്ച് വളരുന്ന കുട്ടികളെ വിളിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. നല്ല പൊസിഷനുകളിൽ എത്താൻ പറ്റും. സീരിയസ് എടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് സീരിയസ് ഒന്നും ആവാൻ വേണ്ട, എന്നാൽ കുറച്ച് സീരിയസ് ആവും വേണം. അതായത് +2 ഒക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നാന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നാന്ന് വായിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും. വളരെ കുറച്ചേ പഠിക്കാനും ഉണ്ടാവുള്ളൂ. SLC പോലെ വലിയ ഭാരമൊന്നും ഉണ്ടാവില്ല, കുറേ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. സയൻസ് എടുക്കുന്നവർക്ക് സയൻസ്, കൊമേഴ്സ് എടുക്കുന്നവർക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്ക് ഹ്യൂമാനിറ്റീസ്, ഇതേ +1 +2 പഠിക്കാനുണ്ടാവുള്ളൂ. 6 പേപ്പറുകളാണ് ഓരോ വർഷത്തിലും പഠിക്കാനുണ്ടാവുക. അത് അന്നാന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട്
പഠിച്ചു തീർക്കാൻ പറ്റും. രക്ഷിതാക്കൾ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അവർ മറന്നുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നാളെ നിങ്ങൾ പഠിച്ച് വലിയൊരു നിലയിലെത്തുമ്പോൾ അവർക്ക് പ്രായമാകുമ്പോൾ, രക്ഷിതാക്കൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങളൊരു കൈത്തുണയാവും. അങ്ങനെ എൻ്റെ മകനോ മകളോ ഉന്നതിയിലെത്തട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ രക്ഷിതാക്കൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അന്നാര ദയ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്കും വിദ്യാർത്ഥിനികൾക്കും ദയ റിലീഫ് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് മീഡിയ ന്യൂസ് തിരൂർ.